ഈ കോലം മേടിച്ച ആളിനെ ഒന്ന് വിളിക്കൂ. എന്തിനാ? ഞാൻ അത് നേരിട്ട് പറഞ്ഞോളാം. എന്താ രഹസ്യ? ഞാൻ അറിയാത്ത രഹസ്യ. പരസ്യമായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞതിന് മുമ്പ് പോയി വിളിക്കണോ? അതെ, ഈ ഉണ്ണിമായ എന്ന് പറയുന്ന കൊച്ചു വന്നിട്ടുണ്ട്. എന്തോ കണ്ണിമാങ്ങ വേണമെന്നോ, അല്ലെങ്കിൽ ഉണ്ണിമായ വന്നിട്ടുണ്ട്, ഉണ്ണിമായൊക്കെ കുറച്ച് കണ്ണിമാങ്ങ മേടിച്ചു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. എന്താണ് പേര്? ഉണ്ണിമായ. കണ്ണിമാങ്ങ. ഈ ഒരു കൗണ്ടർ പറഞ്ഞത് കേൾക്കാതെ ഒരാൾ പുഴുങ്ങി അങ്ങോട്ട് പോയിട്ടുണ്ട്. വേറൊരാൾ വന്നേക്കുവാ. ഇയാളാരാ? ഞാൻ ഈ കോവിലകം വാങ്ങിയ ആളാണ്. 250 കോടിയുടെ ആസ്തിയുണ്ട് ഈ നന്ദന്. ഞങ്ങളുടെ അവിടെ 50 രൂപ കൊടുക്കുവാണെങ്കിൽ ചട്ടി നിറയെ കിട്ടും. അതും ഐസ് ഇടാത്ത. എന്തെന്ന്? നന്ദൻ. നന്ദനാ? മീനല്ലേ? മീനല്ല, ഞാൻ പേര് പറഞ്ഞാണ്. 250 കോടിയുടെ ആസ്തിയുണ്ട് ഈ നന്ദന്. ഞാനാണ് ഈ കോവിലകം വാങ്ങിയ ആള്. അപ്പൊ ഇവിടുന്ന് ഒരാൾ പറഞ്ഞിട്ട് പോയല്ലോ കോവിലം മേടിച്ച ആളിനെ വിളിക്കാന്ന്. അത് ജുബ്ബ മാറാൻ വേണ്ടി പോയതാണ്. ഇനി ഷർട്ട് ഇട്ട് വരും, ഞാനാണ് തമ്പുരാനെന്ന് പറഞ്ഞോണ്ട്. ഇയാൾക്ക് 250 കോടിയുടെ ആസ്തിയൊക്കെ ഉണ്ടോ? 250 കോടിയുടെ ആസ്തിയുണ്ട്. 2 കോടി കൂടി വന്നാൽ ഞാൻ 300 കോടിയോ. ഞാൻ ഡയറിയിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കണക്കുകളൊന്നും കൊണ്ട് ശരിയാവുന്നില്ല. കണക്ക് കൂട്ടൽ ഒരിക്കലും തെറ്റാറില്ല ഈ നന്ദന്. മനസ്സിലായോ? ഇയാൾക്ക് വല്ല ബിസിനസ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും? ഞാൻ ജഗന്നാഥൻ തമ്പുരാൻ. ഒരു മിനിറ്റ്, ഞങ്ങൾ ഈ കണക്കിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണ്. പറ, ബിസിനസ്? ഇയാൾക്ക് വല്ല ബിസിനസ് വല്ലതും ഉണ്ടോ? നൂഡിൽസിന്റെ ബിസിനസ് ഒക്കെ എനിക്കുണ്ട്. ന്യൂസിലാൻഡിൽ ഒരു ബിസിനസ് ഒക്കെ എനിക്കുണ്ട്. മനസ്സിലായോ? ഞാൻ ജഗന്നാഥൻ തമ്പുരാൻ. ഞങ്ങൾ കേട്ടാ പിന്നെ ഇത് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇല്ല, ഞാൻ കേട്ടില്ല. ഇയാളുടെ തള്ളിന്റെ ഇടയ്ക്ക് ഞാൻ കേട്ടില്ല. ഒന്നുകൂടെ പറഞ്ഞേ. ഞാനാണ് കണിമംഗലം കോവിലത്തെ ജഗന്നാഥൻ. നിർത്തിക്ക. നീ ഇവിടെ ജഗന്നാഥൻ അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നാ? ഒരാളും പറഞ്ഞില്ല. പിന്നെ നീ എന്തിനാ പറഞ്ഞത്? സത്യത്തിൽ നിങ്ങൾ ആരെ ഈ കോവിലൊക്കെ മേടിച്ചത്? ഞാനാ മേടിച്ചത്. അതിന്റെ പൈസ കൊടുത്തത് ഞാനാ. അല്ല, നീ എന്തിനാ ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് വന്നത്? കോവിലകം മേടിച്ച ആളെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ വന്നു, കണ്ടു, ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. എടാ, നീ ഇപ്പഴല്ല വരണ്ടെന്ന്. പിന്നെ എടാ, ഞാൻ ഇവളെയും പിടിച്ചിട്ട് അങ്ങോട്ട് നിക്ക് പെണ്ണുപിള്ളേ പറയണേ. ഞാൻ ഈ പെണ്ണിനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോ നീ ഇവിടുന്ന് വിളിക്കണം, തമ്പുരാൻ എന്ന് വിളിക്കണം. അപ്പോഴാണ് കയറി വരേണ്ടത്. അല്ലാണ്ട് ഇവിടെ അല്ല ഈ ഡയലോഗ് പറയേണ്ടത്. 250 കോടിയുടെ ആസ്തികളെ ഞാൻ നിന്റെ മുഖത്ത് നോക്കി തമ്പുരാന്ന് വിളിക്കണം. ഒന്ന് പോടാ. 150 തമ്പുരാനോട് 250 വന്നപ്പോൾ ഞാൻ പറയണ്ടല്ലോ. ആര് കോവിലകം മേടിച്ചാലും വേണ്ടില്ല, ഞാനും എന്റെ അച്ഛനും ഇവിടുന്ന് ഇറങ്ങില്ല. കൊച്ചിനോട് ഇറങ്ങാൻ ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ആ കറങ്ങണ തമ്പുരാൻ. കറങ്ങണ പമ്പരോ? ആ കറങ്ങണ തമ്പുരാൻ. കറക്കം നിർത്തി. നീ കൊച്ചിന്റെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞാ? എന്തിനാണ് അവർ എന്റെ വീട്ടിൽ കിടക്കുന്നത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങിപ്പോ എന്ന്. 250 കോടിയുടെ ആസ്തി എനിക്കുണ്ട്. ഈ തറവാട് എന്റെയാണ്. നീ എപ്പം പോകും? നെയ്യപ്പം കഴിച്ചാൽ അപ്പ പോകും. നെയ്യപ്പം കഴിച്ചാന്നല്ല, നീ എപ്പോ പോയാലും ശരി, നീ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. എടാ, എബിബാത്തിന് നിനക്ക് വേണ്ടി കാത്തിരിക്കണം അവിടെ. ഈ ചെറുക്കനെ കൊണ്ട് തോറ്റല്ലെന്ന് ഓർക്കണത്. ഇവന്റെ പെങ്കടമോൻ ഇങ്ങനെ ഒരു വഷളേറിയ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ മുതുകത്ത് കയറി ഇരുന്നിട്ട് ഈ ആനകളിയാണ്. ഇതുകൊണ്ടാ മുട്ടൊക്കെ തൊലിയില്ല എനിക്ക്. നിങ്ങളോട് സംസാരിച്ചോണ്ട് നിൽക്കാൻ എനിക്ക് നേരെയില്ല. അച്ഛനെ കൊണ്ട് പാലക്കാട് ഹോസ്പിറ്റലിൽ പോണം. അച്ഛൻ ആടുന്നൊരു പല്ലുണ്ട്. പാടുന്നൊരു പല്ലുണ്ടോ? അച്ഛൻ ആടണൊരു പല്ലുണ്ടെന്നാ പറഞ്ഞത്. എന്തിനാണ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ പോകുന്നത്? രഘുവല്ല, ജഗനാണ്. ജഗൻ. പാലക്കാട് ഹോസ്പിറ്റലിൽ പോകണം. പാലക്കാട് ഹോസ്റ്റലിസ്റ്റ്. പാലക്കാട് ഹോസ്റ്റൽ പോലെ നമുക്കിവിടെ സർക്കാർ ആശുപത്രി കാണിച്ചാ പോരെ? തെറ്റാനും പറഞ്ഞു നിൽക്കാനുള്ള ഒരു കഴിവ് സമ്മതിച്ചിരിക്കുന്നു. കുട്ടിയുടെ അച്ഛനാണ് സമ്മതിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിലും ആടുന്ന പല്ലുകൊണ്ട് അദ്ദേഹം പാടുന്നുണ്ടല്ലോ. അപ്പനെന്ന് പേരുള്ള അത് പറയണ്ട. ഇപ്പൊ പറയാനുള്ള ഡയലോഗ് പറ. ഓ സുഭദ്രമ്മ, ഇവിടെ ആർക്കും വേണ്ടാത്ത ഒരാളുണ്ടല്ലോ. അത് നീയാണ്. നീ എന്താ എല്ലാം തെറ്റിച്ചു? ആർക്കും ഇവിടെ നിന്നെ ആർക്കും വേണ്ട ഇവിടെ. അതല്ല, ഒരു പ്രായമുള്ള സ്ത്രീ ഇവിടെ ഉണ്ടല്ലോ. എന്റെ സുഭദ്രമ്മ സ്വന്തമായിട്ട് ഒരു അഭിപ്രായം പോലും പറയാതെ തറവാട്ടിൽ കണ്ണീരൊഴുക്കി കഴിയാ. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി. നിന്റെ ഇവിടെ പാട്ട് പാടാൻ ആരും പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്നാണ്, ഇതിനകത്ത് ഇത്ര നേരമായിട്ട് ഒരു പാട്ട് വന്നാ ഇത് 100 കോടി ക്ലബ്ബിൽ കയറേണ്ട പടമാണോ? 250 കോടി ലാസ്റ്റ് ഉണ്ട് എന്റെ കയ്യിൽ. ഒറ്റ അടിച്ചടി പിടിച്ചു തന്നാ 250 കുറെ നേരെ പറയാൻ. ഒന്ന് പോയാ അവിടുന്ന്. ഈ സുഭദ്ര കുഞ്ഞമ്മ എവിടെയുണ്ട്? തറവാടിനകത്ത് ആരോടും ഒന്നും മിണ്ടാതെ ബ്രെഡും പഴവും കഴിക്കും. പിന്നെ എങ്ങനെ മിണ്ടാനായിട്ടാണ്? ഞാൻ ഈ 250 കോടിയുടെ കഥ അവിടെ പോയി പറഞ്ഞുതരാം. 250 കോടി ആസ്തി ഉണ്ട് എനിക്ക്. തമ്പ്രാൻ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും എന്റെ അച്ഛനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല. മോളോ ഞാൻ വിളിയേക്കും. ആ കളി എന്റെ അടുത്ത് നടക്കുക.